ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മസാല ഉണ്ണിയപ്പം അഥവാ സ്പൈസി ഉണ്ണിയപ്പം അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വയനാടൻ കൈമ അരമണിക്കൂർ ആദ്യമേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ എടുക്കുന്ന പച്ചരി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ട ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അരി ഇത്തിരി അധികം ഉണ്ടെങ്കിലും ഒരു മുട്ട തന്നെ ഇതിലേക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പപ്പടമാണ്. പപ്പടം ഒരു 3 എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുക കൈ കൊണ്ട് തന്നെ. പിന്നെ ഇതിലേക്ക് വെള്ളം നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ അതേ അളവിൽ വെള്ളം വേണം. അപ്പോൾ അത് അരി എടുത്തേക്കുന്ന അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പാകത്തിനുള്ള വെള്ളമായിട്ട് കിട്ടും. അപ്പോൾ വെള്ളം നമ്മൾ കൂടാനും പാടില്ല കുറയാനും പാടില്ല. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ തയ്യാറാക്കണം. ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് ഒരു 3 എണ്ണം, കറിവേപ്പില 2 തണ്ട്. ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് ഓയിലിൽ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയെടുത്തിട്ട് ഈ അടിച്ചു വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി, കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അത് നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഞാനിവിടെ അടിച്ചു വെച്ച മാവിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മാവ് അടിച്ച് വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നമ്മളൊരു ഇഡ്ഡലി മാവിൻ്റെ അതേ അയവിൽ അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിനൊക്കെ അടിക്കുന്ന അതേ അയവിൽ വേണം കലക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അരി നികക്ക വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അതേ അയവിൽ തന്നെ നമുക്ക് മാവ് അടിഞ്ഞ് കിട്ടും. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ചും കൂടി മഞ്ഞൾ കളർ കുറവായതുകൊണ്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു ഉണ്ണിയപ്പ തട്ടിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ചെറിയൊരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ തട്ടിലും നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഓയിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ നിന്ന് പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. മാവ് ഒഴിക്കുന്ന സമയത്ത് ഓയിൽ നന്നായി തിളയ്ക്കുന്ന വരെ മാത്രം ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. മാവ് ഒഴിക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉള്ളിൽ വേവാണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് കളറ് മാറുന്നതിനനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് അധികം കളർ ചേഞ്ച് ആവുന്നേക്കാളും മുന്നേ മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഞാനത് പിന്നെയും ഒന്നും കൂടി മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്നും കൂടി മറിച്ചിട്ടിട്ട് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ മാവും നമ്മൾ ഓരോ തട്ടിലും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു 10-30 ഉണ്ണിയപ്പത്തിനുള്ള മാവുണ്ട് ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മൾ ചട്നിയുടെ കൂടിയ സോസിൻ്റെ കൂടിയ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ചട്നിയാണ് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.